ഇതുവരെയുള്ളതിൽ ഏറ്റവും ഉയർന്ന സംഖ്യയാണ് ഇന്ന് സംസ്ഥാനത്ത് കോവിഡ് സ്ഥിരീകരിച്ചവർ. 84 പേർക്കാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചത്. ഇതിൽ 5 പേരൊഴികെ രോഗം ബാധിച്ചവരെല്ലാം സംസ്ഥാനത്തിന് പുറത്തു നിന്ന് വന്നവരാണ്. 31 പേർ വിദേശത്ത് നിന്ന്, 48 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന്. പരിശോധനാ ഫലം 3 പേർക്ക് ഇന്ന് നെഗറ്റീവായി. ഇന്നൊരു മരണവുമുണ്ടായി. തെലങ്കാന സ്വദേശിയായ അഞ്ജയ്യാണ് മരണമടഞ്ഞത്. തെലങ്കാനയിലേക്ക് പോകേണ്ട അദ്ദേഹവും കുടുംബവും 22-ന് രാജസ്ഥാനിൽ നിന്നുള്ള ട്രെയിനിൽ തെറ്റിക്കയറി തിരുവനന്തപുരത്ത് എത്തുകയായിരുന്നു. അപ്പോൾ പോസിറ്റീവായവരുടെ ജില്ല തിരിച്ച് നോക്കിയാൽ കാസർഗോഡ് 18, പാലക്കാട് 16, കണ്ണൂർ 10, മലപ്പുറം 8, തിരുവനന്തപുരം 7, തൃശ്ശൂർ 7, കോഴിക്കോട് 6, പത്തനംതിട്ട 6, കോട്ടയം 3, കൊല്ലം, ഇടുക്കി, ആലപ്പുഴ 1 വീതം. പോസിറ്റീവായവരിൽ 31 പേർ മഹാരാഷ്ട്രയിൽ നിന്ന് വന്നവരാണ്. തമിഴ്നാട് 9, കർണാടക 3, ഗുജറാത്ത് 2, ഡൽഹി 2, ആന്ധ്ര 1, സമ്പർക്കത്തിലൂടെ 5. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ 1 വീതം പരിശോധനാ ഫലം നെഗറ്റീവായി. ഇതുവരെ 1088 പേർക്കാണ് സംസ്ഥാനത്ത് രോഗം സ്ഥിരീകരിച്ചത്. അതിൽ 526 പേർ ഇപ്പോൾ ചികിത്സയിലാണ്. 1,15,297 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. 1,14,305 പേർ വീടുകളിലോ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിലോ ആണ്. 992 പേർ ആശുപത്രികളിലാണ്. 210 പേരെ ഇന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതുവരെ 60,685 സാമ്പിളുകളാണ് പരിശോധനയ്ക്ക് അയച്ചത്. 58,460 എണ്ണം രോഗബാധയില്ല എന്നുറപ്പാക്കിയിട്ടുണ്ട്. സെന്റിനൽ സർവൈലൻസിൻ്റെ ഭാഗമായി ഇതുവരെ മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട 9,937 സാമ്പിളുകളാണ് ശേഖരിച്ചത്. അതിൽ 9,217 നെഗറ്റീവായിട്ടുണ്ട്. ആകെ 82 ഹോട്ട്സ്പോട്ടുകളാണ് സംസ്ഥാനത്ത് ഇപ്പോഴുള്ളത്. ഇന്ന് പുതുതായി 6 ഹോട്ട്സ്പോട്ട്. കാസർഗോഡ് 3, പാലക്കാട് 2 പഞ്ചായത്തുകൾ, കോട്ടയത്തെ ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റി. ഇത്രയാണ് പുതുതായി ഹോട്ട്സ്പോട്ടായത്. ഏറ്റവും കൂടുതൽ ആളുകൾ വൈറസ് ബാധിച്ച് ചികിത്സയിലുള്ളത് പാലക്കാട് ജില്ലയിലാണ്. 105 പേര്. കണ്ണൂരിൽ 93 പേര്. കാസർഗോഡ് 63.
മലപ്പുറത്ത് 52. കോവിഡ് മഹാമാരിക്കെതിരെ ജനങ്ങളാകെ ഒത്തുചേർന്നുകൊണ്ടാണ് പൊരുതുന്നത്. നാം അടുത്ത കാലത്ത് രൂപം കൊടുത്ത സാമൂഹ്യ സന്നദ്ധ സേനയിലെ വളണ്ടിയർമാർ ഈ പോരാട്ടത്തിൽ തികഞ്ഞ അർപ്പണബോധത്തോടെ രംഗത്തുണ്ട്. അത് കേരളത്തിന് അഭിമാനകരമായ കാര്യമാണ്. പ്രാദേശിക തലത്തിൽ പോലീസിനൊപ്പം പെട്രോളിങ്ങിലും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലും അവർ പങ്കാളികളാണ്. ജനങ്ങൾക്ക് അവശ്യ മരുന്നുകൾ എത്തിക്കുക, വീടുകളിൽ ക്വാറന്റൈനിൽ കഴിയുന്നവരെ നിരീക്ഷിക്കുക, ഇത്തരം സേവനങ്ങൾ ആരോഗ്യ പ്രവർത്തകരോടൊപ്പം ഇവർ സ്തുത്യർഹമായി നിർവഹിക്കുന്നുണ്ട്. വയോജനങ്ങളെ സഹായിക്കുന്ന വയോമിത്രം പദ്ധതിയുമായി ബന്ധപ്പെട്ടും ഈ വളണ്ടിയർമാർ പ്രവർത്തിക്കുന്നു. ദുരന്ത പ്രതികരണത്തിൽ യുവജന ശക്തിയെ ഉപയോഗിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ വർഷം ആദ്യം സാമൂഹ്യ സന്നദ്ധ സേന രൂപീകരിക്കാൻ തീരുമാനിച്ചത്. ജനസംഖ്യയിലെ 100 പേർക്ക് ഒരു വളണ്ടിയർ എന്ന നിലയിൽ 3,40,000 പേരുടെ സേനയാണ് ലക്ഷ്യമിട്ടത്. ഇതിനകം 3,37,000 പേർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. മിക്കവാറും എല്ലാ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലും സാമൂഹ്യ സന്നദ്ധ സേനയുടെ സാന്നിധ്യമുണ്ട്. കോവിഡ് പ്രതിരോധത്തിന് വാർഡ് തല സമിതികളുമായി ബന്ധപ്പെട്ട് വളണ്ടിയർമാർ പ്രവർത്തിക്കണമെന്ന് നേരത്തെ തീരുമാനിച്ചിരുന്നു. പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കേണ്ടത്. ദുരന്ത പ്രതികരണ രംഗത്ത് ഫയർ ആൻഡ് റെസ്ക്യൂ സേനയോടും പോലീസിനോടും ഒപ്പം ചേർന്ന് ഇവർ പ്രവർത്തിക്കും. നല്ല പ്രായോഗിക പരിശീലനം അവർക്ക് ഈ രീതിയിൽ ലഭ്യമാവുകയും ചെയ്യും. അതോടൊപ്പം പരിശീലനം പ്രത്യേകമായി നൽകുന്നതിനുള്ള പദ്ധതിയും തയ്യാറാക്കിയിട്ടുണ്ട്. കോവിഡ്-19 ഭാഗമായുള്ള നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്നതുകൊണ്ട് നേരത്തെ പ്ലാൻ ചെയ്ത രീതിയിലുള്ള പരിശീലനമല്ല, ഓൺലൈൻ പരിശീലനമായിരിക്കും നൽകുക. ആദ്യഘട്ടത്തിൽ ജൂൺ 15 മുൻപ് 20,000 പേർക്ക് പരിശീലനം നൽകും. ജൂലൈ മാസം 80,000 പേർക്ക്, ആഗസ്റ്റിൽ 1,00,000 പേർക്കും പരിശീലനം നൽകും. മഴക്കാലത്തെ കെടുതികൾ നേരിടുന്നതിനും വളണ്ടിയർ സേനയുടെ സേവനം ഉപയോഗിക്കും. ഞായറാഴ്ച ശുചീകരണ ദിനമായി ആചരിക്കുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നല്ലോ. ശുചീകരണത്തിൽ മറ്റു വിഭാഗങ്ങളോടൊപ്പം സന്നദ്ധ സേനയും രംഗത്തുണ്ടാകും. കോവിഡ് രോഗത്തിൽ നിന്ന് പ്രായമായവരെയും കുട്ടികളെയും മറ്റ് രോഗങ്ങൾ ബാധിച്ചവരെയും സംരക്ഷിക്കുന്നതിന് ഇവർക്ക് നല്ല പങ്ക് വഹിക്കാൻ കഴിയും. 2018 മഹാപ്രളയത്തിലും 2019 കാലവർഷക്കെടുതിയിലും ജനങ്ങളെ രക്ഷപ്പെടുത്താനും അവർക്ക് സഹായമെത്തിക്കാനും നമ്മുടെ യുവജനങ്ങൾ നടത്തിയ പ്രവർത്തനം ഏറെ പ്രശംസിക്കപ്പെട്ടതാണ്. ഈ അനുഭവത്തിൻ്റെ കൂടി വെളിച്ചത്തിലാണ്
സാമൂഹ്യ സന്നദ്ധ സേന എന്ന ആശയം കേരളം പ്രാവർത്തികമാക്കിയത്. സാമൂഹ്യ സന്നദ്ധ പ്രവർത്തനത്തിൽ ഒരു മാതൃക തന്നെയായിരിക്കും ഈ സേന എന്ന കാര്യത്തിൽ സംശയമില്ല. സേവന തൽപരതയോടെ ഇതിൽ ചേർന്ന് പ്രവർത്തിക്കുന്ന എല്ലാ വളണ്ടിയർമാരെയും സർക്കാരിന് വേണ്ടി അഭിവാദ്യം ചെയ്യുന്നു. വളണ്ടിയർമാർക്ക് ഇൻഷുറൻസ് പരിരക്ഷ നൽകാൻ കഴിയുമോ എന്ന കാര്യം സർക്കാർ പരിശോധിക്കുന്നതാണ്. ഈ കാലം വളരെ പ്രത്യേകമായൊരു കാലമാണ്. എല്ലാ മേഖലകളിലും മാറ്റം വരുത്തേണ്ട ഘട്ടം. പഠനം പരമാവധി ഓൺലൈൻ വഴി ആക്കാൻ തീരുമാനിക്കുന്നതും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കുറേ നാളത്തേക്ക് അടച്ചിടുന്നതുമൊക്കെ അതിൻ്റെ ഭാഗമാണ്. എല്ലാ ജനങ്ങളും പ്രയാസം നേരിടുകയാണ്. തൊഴിൽ നഷ്ടപ്പെട്ടവർ, വരുമാന മാർഗങ്ങൾ അടഞ്ഞവർ, ഇതെല്ലാമാണ് നമ്മുടെ നാട്ടിൽ കാണാൻ കഴിയുക. ഈ ഘട്ടത്തിൽ അത്തരം ജനങ്ങളെ സഹായിക്കുക, അവരുടെ ഭാരം ലഘൂകരിക്കുക, ഇതാവണം ഓരോരുത്തരുടെയും ലക്ഷ്യം. അതിന് വിരുദ്ധമായ ചില പ്രവണതകളെങ്കിലും കാണാൻ കഴിയുന്നുണ്ട്. അതിലൊന്നാണ് ചില സ്വകാര്യ സ്കൂളുകൾ ഫീസ് കുത്തനെ കൂട്ടിയെന്ന പരാതി. വലിയ തുക ഫീസിനത്തിൽ ഉയർത്തുകയും അതടച്ചതിൻ്റെ രസീതുമായി വന്നെങ്കിൽ മാത്രമേ അടുത്ത വർഷത്തേക്കുള്ള പുസ്തകങ്ങൾ തരികയുള്ളൂ എന്ന് പറയുകയും ചെയ്ത സ്വകാര്യ സ്കൂളുകളുണ്ട് എന്ന് പരാതി വരുന്നുണ്ട്. ഇത് ഒരു ദുർഘടഘട്ടമായതിനാൽ ഒരു സ്കൂളും ഫീസ് ഈ ഘട്ടത്തിൽ വർദ്ധിപ്പിക്കരുത്. പുതിയ സാഹചര്യത്തിനനുസൃതമായി പഠന രീതി ക്രമീകരിക്കുക, വേണ്ട മാറ്റങ്ങൾ വരുത്തുക, ഇവയാണ് വിദ്യാഭ്യാസ മേഖലയിൽ അടിയന്തര പ്രാധാന്യത്തോടെ നടത്തേണ്ട കാര്യം. അത് സ്വകാര്യ സ്കൂളുകൾക്കും ബാധകമാണ്. പ്രതിസന്ധി കാലത്ത് കുട്ടികളെയും രക്ഷിതാക്കളെയും വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നല്ല ഒരു തരത്തിലുള്ള പിഴിഞ്ഞു കളയുന്ന സ്വഭാവം, അത് സ്വീകരിക്കാൻ പാടില്ല. ലോക്ക്ഡൗൺ പശ്ചാത്തലത്തിൽ നിർത്തിവെച്ച വിദേശ മദ്യ വിൽപ്പന പുനരാരംഭിച്ചിട്ടുണ്ട്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങൾ പാലിച്ച് ബെവ്ക്യൂ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി വെർച്വൽ ക്യൂ മാനേജ്മെൻറ്റ് സംവിധാനത്തിലൂടെയാണ് വിൽപ്പന നടക്കുന്നത്. ക്രമസമാധാന പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ആദ്യ ദിവസം 2,25,000-ഓളം പേരാണ് ബെവ്ക്യൂ വഴിയുള്ള ടോക്കൺ സേവനം ഉപയോഗപ്പെടുത്തിയത്. ആദ്യ ദിവസമാണ്. ഈ ആദ്യ ദിവസമുണ്ടായ ചില സാങ്കേതിക തടസ്സങ്ങൾ പരിഹരിച്ച് വെർച്വൽ ക്യൂ സംവിധാനം തടസ്സങ്ങളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന്
എക്സൈസ് വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. കോവിഡ് പ്രതിരോധവുമായി ബന്ധപ്പെട്ട് ആരോഗ്യവകുപ്പ് പുറപ്പെടുവിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ കർശനമായി പാലിച്ചാണ് വിദേശ മദ്യവിൽപ്പന പുനരാരംഭിച്ചത്. ബെവ്കോയുടെ ആപ്പ് നിലവിൽ വരുന്നതിന് മുൻപ് തന്നെ വ്യാജ ആപ്പ് പ്ലേ സ്റ്റോറിൽ ലഭ്യമായത് സംബന്ധിച്ച് അന്വേഷണം നടത്താൻ പോലീസ് ആസ്ഥാനത്തെ ഹൈടെക് ക്രൈം എൻക്വയറി സെല്ലിനെ ചുമതലപ്പെടുത്തി. ഇത്തരം സംഭവങ്ങളിൽ കുറ്റക്കാരെന്ന് കാണുന്നവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസെടുക്കും. ഗൾഫിൽ നിന്ന് മടങ്ങിയെത്തിയ ചിലർ ക്വാറന്റൈനിൽ കഴിയാതെ പുറത്തിറങ്ങി നടക്കുന്നതായി കാണിച്ച് അവരുടെ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് വ്യാജ വാർത്ത പ്രചരിപ്പിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ മനഃപൂർവ്വം ചെയ്യുന്ന പ്രവൃത്തികൾ അനുവദിക്കാനാവില്ല. വ്യാജ വാർത്തകൾ ചമക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കും. വ്യാജ വാർത്തകൾ പരിശോധിച്ച് നടപടി സ്വീകരിക്കാൻ തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന സൈബർ ഡോമുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോവിഡിനെക്കുറിച്ച് പരിഭ്രാന്തി സൃഷ്ടിക്കുന്ന തരത്തിൽ വ്യാജ വാർത്തകൾ ചമക്കുന്നവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി നടപടിയെടുക്കും. മാസ്ക് ധരിക്കാത്ത 3251 സംഭവങ്ങൾ സംസ്ഥാനത്ത് ഇന്നലെ റിപ്പോർട്ട് ചെയ്തു. ക്വാറന്റൈൻ ലംഘിച്ച 6 പേർക്കെതിരെ ഇന്ന് കേസെടുത്തു. കേരളത്തിൻ്റെ കോവിഡ് പ്രതിരോധം വ്യത്യസ്തമാകുന്നത് ജനങ്ങളുടെയും സർക്കാരിൻ്റെയും ഐക്യത്തിൻ്റെ ബലത്തിലാണ്. അതുകൊണ്ടാണ് ലോകത്തിൻ്റെ ശ്രദ്ധ ഇങ്ങോട്ട് തിരിയുന്നത്. എന്നാൽ അതിനെ വികൃതമായി ചിത്രീകരിക്കാൻ ചില കേന്ദ്രങ്ങൾ ബോധപൂർവം ശ്രമിക്കുകയാണ്. ICMRൻ്റെ മാർഗനിർദ്ദേശങ്ങൾ പൂർണ്ണമായ അർത്ഥത്തിൽ പാലിച്ച് കോവിഡ് വ്യാപനം തടയാൻ ശ്രമിക്കുന്ന സംസ്ഥാനമാണ് കേരളം. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം തന്നെ ഇത് അംഗീകരിക്കുകയും കേരളത്തിൻ്റെ പ്രവർത്തനത്തെ പരസ്യമായി അഭിനന്ദിക്കുകയും ചെയ്തതാണ്. കേരള മാതൃക മറ്റ് സംസ്ഥാനങ്ങൾക്ക് പരിചയപ്പെടുത്തണമെന്നും ആരോഗ്യ മന്ത്രാലയം പറഞ്ഞിരുന്നു. മാധ്യമങ്ങളത് റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. കോവിഡ്-19 മഹാമാരി പൊട്ടിപ്പുറപ്പെടുമ്പോൾ ആലപ്പുഴയിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മാത്രമാണ് സ്രവ പരിശോധനയുണ്ടായിരുന്നത്. എന്നാൽ സംസ്ഥാന സർക്കാർ നിരന്തരമായി ശ്രമിച്ച് സർക്കാർ മേഖലയിൽ 15 സ്ഥാപനങ്ങളിൽ ടെസ്റ്റിംഗ് സൗകര്യം ഏർപ്പെടുത്തി. അവയ്ക്ക് ICMRൻ്റെ അംഗീകാരവും നേടിയെടുത്തു. മാത്രമല്ല 5 സ്വകാര്യ ലാബുകൾക്കും ഇപ്പോൾ ടെസ്റ്റിംഗ് അംഗീകാരമുണ്ട്. ആദ്യഘട്ടത്തിൽ കേരളത്തിന് വളരെ കുറച്ച് ടെസ്റ്റ് കിറ്റുകളെ ICMRൽ നിന്നും ലഭിച്ചിരുന്നുള്ളൂ. എന്നാൽ
ICMR മാർഗനിർദ്ദേശപ്രകാരമുള്ള ടെസ്റ്റിങ്ങിന് ഒരു തടസ്സവും ഉണ്ടായില്ല. ലഭിച്ച കിറ്റുകൾ നാം ശ്രദ്ധയോടെ വിനിയോഗിച്ചു. ഇപ്പോൾ പുറത്തുനിന്ന് ആളുകൾ വരാൻ തുടങ്ങിയതോടെ കൂടുതൽ ടെസ്റ്റിൻ്റെ ആവശ്യം വന്നിരിക്കുകയാണ്. അത് കണക്കിലെടുത്ത് ടെസ്റ്റുകൾ വർദ്ധിപ്പിച്ചു. ദിവസം ശരാശരി 3000 ടെസ്റ്റുകളാണ് ഇനി ചെയ്യുന്നത്. ടെസ്റ്റ് ചെയ്യുന്നതിന് സാധാരണ നിലയിൽ പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് ടെസ്റ്റ് നടത്തുന്നത്. ICMRൻ്റെ കൃത്യമായ മാർഗനിർദ്ദേശം ഇതിനുണ്ട്. അത് കാര്യക്ഷമതയോടെ ICMRൻ്റെ മാർഗനിർദ്ദേശം പാലിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. വ്യാപകമായി ആൻറ്റിബോഡി ടെസ്റ്റ് നടത്താൻ നാം തീരുമാനിച്ചിരുന്നു. ICMR വഴിയാണ് ആൻറ്റിബോഡി ടെസ്റ്റ് നടത്താനുള്ള കിറ്റ് ലഭിക്കേണ്ടത്. ICMR വഴി ലഭിച്ച കിറ്റുകൾക്ക് ഗുണനിലവാരമുണ്ടായിരുന്നില്ല. അത് ഉപയോഗിക്കേണ്ട എന്ന് ICMR തന്നെ നിർദ്ദേശിക്കുന്ന സ്ഥിതിയുണ്ടായി. അത് കാരണമാണ് ആൻറ്റിബോഡി ടെസ്റ്റ് വ്യാപകമായി നടത്താൻ കഴിയാതിരുന്നത്. സമൂഹത്തിൽ രോഗം പടരുന്നുണ്ടോ എന്നറിയാനാണ് സെന്റിനൽ സർവൈലൻസ് ടെസ്റ്റ്. ഇത് കേരളത്തിൽ നല്ല നിലയിൽ നടത്തുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ടെസ്റ്റ് നടത്തിയാണ് സമൂഹവ്യാപനം ഉണ്ടായില്ല എന്ന് സർക്കാർ ഉറപ്പാക്കിയത്. എന്നാൽ ഇന്നത്തെ സാഹചര്യം വിലയിരുത്തിയാൽ നാളെ സമൂഹവ്യാപനമേ ഉണ്ടാവില്ല എന്നുറപ്പിച്ച് പറയാൻ കഴിയില്ല. ഇന്നത്തെ നില സമൂഹവ്യാപനം ഉണ്ടായിട്ടില്ല എന്നതാണ്. ICMR മാർഗനിർദ്ദേശപ്രകാരം ജലദോഷപ്പനിയുള്ളവരെയും ടെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം കോവിഡിന് സമാനമായ ലക്ഷണങ്ങളാണ് ജലദോഷപ്പനി ബാധിച്ചവരിലും കാണുന്നത്. സമ്പർക്കത്തിലൂടെ രോഗം പകരുന്നത് ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമാണ് കേരളം. അത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ കണക്കിലും വ്യക്തമാണ്. കാരണം ഇവിടെ ജനങ്ങൾ ജാഗ്രതയോടെ ഒറ്റക്കെട്ടായി പൊരുതുകയാണ്. ഈ രോഗം ആർക്കെങ്കിലും ഒളിച്ചു വെക്കാനോ മറച്ചു വെക്കാനോ കഴിയില്ല. രോഗം ബാധിച്ചവർ ചികിത്സിച്ചില്ലെങ്കിൽ മരണത്തിനിടയാകും. കോവിഡ് ബാധിച്ച് ഏറ്റവും കുറഞ്ഞ തോതിൽ ആളുകൾ മരിച്ച സംസ്ഥാനങ്ങളിലൊന്ന് കേരളമാണ്. നമ്മുടെ മരണനിരക്ക് 0.5 ആണ്. ദേശീയ നിരക്ക് 2.89%. അവിടെയാണ് 0.5% നാം നിൽക്കുന്നത്. രോഗമുക്തി നേടുന്നവരുടെ കാര്യത്തിലും കേരളം മുന്നിലാണ്. വ്യാജ പ്രചരണങ്ങളിലൂടെയും കണക്കുകൾ പൂഴ്ത്തിവെക്കുന്നുവെന്ന് ആക്ഷേപിക്കുന്നതിലൂടെയും കേരളത്തിൻ്റെ ഈ മുന്നേറ്റത്തെ മറച്ചു വെക്കാനാവില്ല. ടെസ്റ്റുകളുടെ കണക്ക് തെറ്റായി പറഞ്ഞതിൻ്റെ പേരിൽ
കേന്ദ്രം കുറ്റപ്പെടുത്തിയ സംസ്ഥാനങ്ങളുണ്ടാകാം, അതിലേതായാലും കേരളമില്ല. കേരളത്തെക്കുറിച്ച് അഭിനന്ദന വാക്കുകൾ മാത്രമേ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൽ നടക്കം വന്നിട്ടുള്ളൂ. വരുന്ന ഞായറാഴ്ച ശുചീകരണ ദിനമായി മാറ്റണമെന്ന് ഇന്നലെ പറഞ്ഞിരുന്നുവല്ലോ. അത് വീടും പരിസരവും വൃത്തിയാക്കാൻ എല്ലാവരും അണിനിരക്കേണ്ട ഇടപെടലാണ്. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ കൂടുതൽ വിപുലമായി നടത്താനാവണം. കോവിഡിനൊപ്പം മഴക്കാലമാകുമ്പോൾ മറ്റ് പകർച്ചവ്യാധികൾ കൂടി വരാൻ സാധ്യതയുണ്ട്. ആ സാഹചര്യത്തിൽ മെയ് 30, 31, ജൂൺ 6, 7 തീയതികളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തൊട്ടാകെ ശുചീകരണ പ്രവർത്തനം നടക്കും. ജനപ്രതിനിധികൾ, കുടുംബശ്രീ, ഹരിതകർമ്മസേനാ പ്രവർത്തകർ, സന്നദ്ധ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത സന്നദ്ധ പ്രവർത്തകർ, ഇവരുടെ എല്ലാ സേവനം ഇതിനുപയോഗപ്പെടുത്തും. ജനങ്ങൾ അതുമായി പൂർണ്ണമായി സഹകരിച്ച് രംഗത്തുണ്ടാവണം. മെയ് 30, ജൂൺ 6 ഈ ദിവസങ്ങളിൽ പൊതു ഇടങ്ങളാണ് വൃത്തിയാക്കുക. മെയ് 31 പുറമെ ജൂൺ 7 വീടും പരിസരവും വൃത്തിയാക്കാനായി മാറ്റിവെക്കണം. ഇതിന് പരമാവധി പ്രചരണം നൽകാൻ, എല്ലാവരിലേക്കും ഈ സന്ദേശം എത്തിക്കാൻ മാധ്യമങ്ങൾ തയ്യാറാകണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. സംസ്ഥാനത്ത് വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ മഴ ലഭിക്കുന്നുണ്ട്. ഇത്തവണ ജൂൺ ആദ്യവാരത്തിൽ തന്നെ മൺസൂൺ ആരംഭിക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് തന്നിട്ടുണ്ട്. സാധാരണയിൽ കൂടുതൽ മഴ ഇത്തവണയും പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്ത 5 ദിവസവും മഴ തുടരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. അറബിക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നതിനാൽ ഇന്ന് അർദ്ധരാത്രി മുതൽ കേരള തീരത്തും തെക്ക് കിഴക്കൻ അറബിക്കടലിലും മത്സ്യബന്ധനം പൂർണ്ണമായി നിരോധിച്ചിരിക്കുന്നു. നിലവിൽ ആഴക്കടലിൽ മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ എത്രയും പെട്ടെന്ന് തൊട്ടടുത്തുള്ള സുരക്ഷിത തീരത്തെത്തണം. മലങ്കര മാർത്തോമ സിറിയൻ ചർച്ച് 35 ലക്ഷം രൂപ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയിട്ടുണ്ട്. പ്രവാസികളടക്കമുള്ളവരുടെ തിരിച്ചുവരവിൽ സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നടപടികളെയും സംസ്ഥാനത്തിൻ്റെ കോവിഡ് പ്രതിരോധ സംവിധാനത്തെയും സഭയുടെ പരമാധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർത്തോമ മെത്രാപ്പോലീത്ത പ്രത്യേകം അഭിനന്ദിച്ചു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ തിരുവനന്തപുരം സർക്കിൾ ജീവനക്കാരിൽ നിന്ന് സമാഹരിച്ച 6 കോടി രൂപ ചീഫ് ജനറൽ മാനേജർ മൃഗേന്ദ്രലാൽ ദാസ് കൈമാറി. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ 20 ലക്ഷം രൂപ, AIYF കൊല്ലം, ആലപ്പുഴ, തൃശ്ശൂർ ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ബിരിയാണി ഫെസ്റ്റ് നടത്തി സമാഹരിച്ച 27,79,081 രൂപ, നേരത്തെ 1,29,975 രൂപ കൈമാറിയിരുന്നു.
ശ്രീ മുഹമ്മദ് അലി സീഷോർ റെസിഡൻസി കൊടുങ്ങല്ലൂർ 25 ലക്ഷം രൂപ. SBT പെൻഷനേഴ്സ് അസോസിയേഷൻ 15 ലക്ഷം രൂപ. കേരള സ്റ്റേറ്റ് ചലച്ചിത്ര അക്കാദമി 10 ലക്ഷം രൂപ. മലനാട് SCB പ്രസിഡന്റ് MT തോമസ് 7,50,000 രൂപ. സർക്കാർ കോളേജ് അധ്യാപകരുടെ സംഘടന AKGCT 1-ാം ഗഡു 2,12,000 രൂപ. ഇത് വ്യക്തിഗത സംഭാവനകൾക്ക് പുറമേയുള്ളതാണ്. AIYF കയ്പമംഗലം മണ്ഡലം കമ്മിറ്റി 6,18,816 രൂപ. തിരുവാണിയൂർ ഗ്രാമപഞ്ചായത്ത് 5 ലക്ഷം. ചൂർണിക്കര ഗ്രാമപഞ്ചായത്ത് 5 ലക്ഷം. ചെസ് കേരള ഇൻ്റർനാഷണൽ ഓൺലൈൻ ചെസ് മത്സരം നടത്തി സമാഹരിച്ച 4,55,078 രൂപ. ഓൾ കേരള കുടുംബശ്രീ ഓഡിറ്റേഴ്സ് യൂണിയൻ കൊല്ലം ജില്ല 2 ലക്ഷം. ഭിന്നശേഷിക്കാരുടെ സംഘടന DAWF 2 ഗഡുക്കളായി 5,30,000 രൂപ. ഇത്രയും വിവരങ്ങളാണ് ഇന്ന് പങ്കുവെക്കാനുള്ളത്. കഴിഞ്ഞ ദിവസം പറഞ്ഞത് സമൂഹ വ്യാപനത്തിന്റെ വക്കിലാണ് കേരളം എന്നാണ്. ഇന്ന് പറഞ്ഞത് സമൂഹ വ്യാപനത്തിലേക്ക് പോകുമോ ഇല്ലയോ എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. അതിലേക്കാണ് നമ്മൾ പോകുന്നത് സൂചന CM നൽകുന്നുണ്ട്. അതായത് നമ്മൾ അതിലേക്ക് എത്തുന്നു എന്ന് കൃത്യമായ ഒരു സന്ദേശം ജനങ്ങൾക്ക് നൽകുകയാണ്. ഇപ്പോഴുള്ള നിയന്ത്രണം കൊണ്ട് ഈ സമൂഹ വ്യാപനത്തെ നമുക്ക് മറികടക്കാൻ കഴിയില്ലേ? തീർച്ചയായും സമൂഹ വ്യാപനം നമുക്ക് തടയാനാവും. നമ്മുടെ ഈ ജാഗ്രത നല്ലതുപോലെ പാലിക്കണം. ആ ജാഗ്രത തുറന്നാൽ സമൂഹ വ്യാപനം നമുക്ക് തടയാനാവും. ഇപ്പോഴും നമ്മൾ നോക്കിയാൽ നമ്മുടെ സമ്പർക്കത്തിലൂടെയുള്ള രോഗവ്യാപനം അധികരിച്ചിട്ടില്ല. രോഗികൾ കൂടിയിട്ടുണ്ട്, രോഗികളുടെ എണ്ണം വല്ലാതെ കൂടിയിട്ടുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ കണക്ക് പറഞ്ഞല്ലോ, അതിൽ മുഴുവൻ പുറത്തുനിന്ന് വന്ന രോഗികളാണ് കൂടുതൽ, നേരിട്ട് രോഗിയാവുകയാണ്, സമ്പർക്കത്തിലൂടെ വന്നതല്ല. അപ്പോൾ അതൊരു ആശാവഹമായ കാര്യം തന്നെയാണ്. നമുക്ക് പിടിച്ചു നിൽക്കാനാവുന്നുണ്ട്, തടയാനാവുമെന്ന ആത്മവിശ്വാസം തന്നെയാണ് അത് പകരുന്നത്. ഇന്നലെ പറഞ്ഞായിരുന്നു ഈ പ്രവാസികളുടെ ക്വാറന്റൈൻ ചെലവുമായി ബന്ധപ്പെട്ട് അതിന്റെ ഉത്തരവ് ഇതുവരെ ഇറങ്ങിയിട്ടില്ല. അത് വ്യക്തത വരാത്തത് എന്തുകൊണ്ടാണ്? അല്ല, ഇപ്പോൾ ഈടാക്കുന്നില്ലല്ലോ. ഈടാക്കുമ്പോൾ അല്ലേ ഉത്തരവ് വേണ്ടു. പാവപ്പെട്ടവർക്ക് പൂർണ്ണമായും സൗജന്യമാണോ എന്നൊരു കൺഫ്യൂഷനാണ്. പല പത്രങ്ങളും പല രീതിയിലാണ് റിപ്പോർട്ട് ചെയ്തത്. പാർട്ടി പത്രത്തിൽ തന്നെ പൂർണ്ണ ചെലവ് സർക്കാർ വഹിക്കുമെന്ന് പറഞ്ഞിട്ടാണുള്ളത്. അപ്പൊ എന്താണ് അതൊരു പൂർണ്ണമായും സൗജന്യമാണോ അതോ എന്താ നിങ്ങൾക്ക് വേണ്ടത്? അല്ല, ഞാനിന്നലെ വ്യക്തമായി പറഞ്ഞതാണ്. പിന്നെ എന്താണ് അതിൻ്റെ അകത്ത് സംശയം വരുന്നത്? എന്താ നിങ്ങൾക്ക് അറിയേണ്ടത് കാര്യത്തിൽ? അല്ല, ഉത്തരവിറങ്ങുമെന്ന് പറയുന്നത് ഉത്തരവ് നടപ്പാക്കുന്നതോടു കൂടിയാണല്ലോ ഇറങ്ങുക. അത് നടപ്പാക്കുന്നത് വരെ എല്ലാവർക്കും ഫ്രീ ആണ്. അതുവരെ പിന്നെ ഈ പറയുന്ന ഒരു വിഭാഗവും പണം അടക്കേണ്ടി വരില്ല. പക്ഷേ സാധാരണ നിലക്ക് അടക്കാൻ ശേഷിയുള്ളവരാണ് അടക്കേണ്ടി വരിക. അതിൻ്റെ കാര്യങ്ങൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യത്തിൽ ഒരാശങ്കയും വേണ്ട. പാവപ്പെട്ടവർ ഒരു കാശും അതിന് കൊടുക്കേണ്ടതായിട്ട് വരില്ല. CM ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് മുതൽ 3000 ടെസ്റ്റ് നടത്തുമെന്നാണ് CM ഇന്നലെ പറഞ്ഞത്. അപ്പം ഇന്ന് നമ്മൾ ആ ഒരു കൂട്ടിയ ടെസ്റ്റ് തുടങ്ങിയിട്ടുണ്ടോ അതോ ഇനി വരും ദിവസങ്ങളിലായി 3000 ആവത്തുള്ളൂ? അതിൽ ഈ 3000 ടെസ്റ്റ് എന്ന് പറയുമ്പോൾ 3000 ആളുകളിൽ നിന്ന് സാമ്പിൾ എടുക്കണമല്ലോ. അപ്പോൾ ആ പ്രവർത്തനങ്ങൾ ആരോഗ്യവകുപ്പ് ആരംഭിച്ചിട്ടുണ്ടാവും. ഇത് തീരുമാനിച്ചു കഴിഞ്ഞു. ബാക്കി കാര്യങ്ങൾ ആരോഗ്യവകുപ്പ് നടത്തുന്നുണ്ടാവും. അതിൻ്റെ വിശദാംശങ്ങൾ എത്ര ഇന്ന് എടുത്തു എന്നുള്ള കണക്കൊന്നും എൻ്റെ കയ്യിലില്ല. അതേതായാലും നടക്കും, അതിൽ ശങ്കിക്കേണ്ട കാര്യമില്ല. തീരുമാനം എടുത്തതാണത്, നടക്കുമെന്ന കാര്യത്തിൽ ശങ്കിക്കേണ്ടതില്ല. സാമ്പിൾ എടുത്ത് തുടങ്ങിയിട്ടുമുണ്ട്. ഒരു കാര്യമാണ്, നമ്മളിന്നിപ്പോൾ ഈ നെടുമ്പാശ്ശേരിയിൽ വന്നിറങ്ങിയിട്ട് കാസർഗോഡേക്ക് പോയ 3 ട്രാൻസ്പോർട്ട് ബസ്സുകളായിട്ട് പോയ ആളുകൾ കാസർഗോഡ് എത്തിയപ്പം അവിടെ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ ക്വാറന്റൈനിൽ ഒരു സൗകര്യം ഇല്ലാതെ അവർ റോഡിൽ നിൽക്കുന്ന ഒരു സാഹചര്യം ഇന്നലെ വൈകിട്ട് 4 മണിയോടുകൂടി ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം പരീക്ഷാ ഡ്യൂട്ടിക്ക് ഉദ്യോഗസ്ഥർ പോയത് കൊണ്ടാണ് അവിടുത്തെ ക്രമീകരണം ഉണ്ടാക്കാൻ പറ്റാത്തതെന്നാണ് പറഞ്ഞത്. പക്ഷെ എത്രയോ ദൂരം നിന്ന് യാത്ര ചെയ്ത് നെടുമ്പാശ്ശേരിയിൽ തന്നെ മണിക്കൂർ, ഇന്ന് രാത്രി 12 മണിക്ക് വന്ന ടീമാണ്. അവരവിടെ എത്തിയപ്പോഴേക്കും അതാണ് അവരുടെ അവസ്ഥ. അങ്ങനെ CM ശ്രദ്ധ സംഭവം വന്നിട്ടുണ്ടോ? അല്ല, ഇത്തരം കാര്യങ്ങളിൽ ആവശ്യമായ ജാഗ്രതയോടെ നമ്മുടെ ഉദ്യോഗസ്ഥന്മാരാകെ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അവർ രാത്രിയും പകലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്.
ആർക്കെങ്കിലും എന്തെങ്കിലും വീഴ്ചയുണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം, ആവശ്യമായ തിരുത്തലുകൾ വരുത്തുകയും ചെയ്യാം അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ. CM, ഈ കേന്ദ്ര സർക്കാർ ഈ ലോക്ക്ഡൌൺ നീട്ടുന്നത് സംബന്ധിച്ച് സർക്കാരുകളുടെ അഭിപ്രായങ്ങൾ ചോദിച്ചു തുടങ്ങിയതായിട്ട് കേട്ടു. സംസ്ഥാന സർക്കാരിന്റെ അഭിപ്രായം ചോദിച്ചിരുന്നു. അത് സംബന്ധിച്ച് എന്തെങ്കിലും തീരുമാനം നമ്മൾ അറിയിച്ചിട്ടുണ്ടോ? ഇതേവരെ ചോദിച്ചു കഴിഞ്ഞിട്ടില്ല. അതിൽ എല്ലാ ദിവസങ്ങളിലും എന്നോണം നമ്മുടെ സെക്രട്ടറി തല കോൺഫറൻസുകൾ നടക്കുന്നുണ്ട്. അതിന് പുറമേയുള്ള അഭിപ്രായങ്ങൾ ചോദിക്കലുണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ഈ ജൂൺ 1 മുതൽ കോളേജുകളും സ്കൂളുകളും ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അവിടുത്തെ ഈ സ്കൂളുകളിലെയും കോളേജിലെ അധ്യാപകർ കോളേജിലും സ്കൂളുകളിലും വരണോ, അതെ അവർ വീട്ടിലിരുന്ന് ഇപ്പോൾ നടത്തുന്നത് പോലെ ഓൺലൈൻ ക്ലാസ്സുകൾ നടത്തുകയാണോ വേണ്ടത്? അത് സാധാരണ നിലക്ക് കോളേജുകളിൽ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വരേണ്ട ചില ആവശ്യങ്ങളും ഉണ്ടാവും. ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നില്ലെങ്കിലും ഓഫീസ് പ്രവർത്തനമുണ്ടാവും. ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട ചില നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് സ്ഥാപനങ്ങൾ വരേണ്ടതുണ്ടാവും. അതൊക്കെ അതത് വകുപ്പ് ആവശ്യമായ നിർദ്ദേശങ്ങൾ വ്യക്തമായി നൽകുന്നുണ്ട്. സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഈ അതിഥി തൊഴിലാളികളുടെ യാത്രാ നിരക്ക് സംസ്ഥാനങ്ങൾ വഹിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇക്കാര്യത്തിൽ കേരളത്തിന്റെ അഭിപ്രായം എന്താണ്? കാരണം നേരത്തെ ഈ തൊഴിലാളികളുടെ കയ്യിൽ നിന്ന് റെയിൽവേ ടിക്കറ്റിന്റെ പൈസ വാങ്ങിക്കുകയായിരുന്നല്ലോ ചെയ്തിരുന്നത്. ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ സംസ്ഥാനം അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഈ അതിഥി തൊഴിലാളികളെ പ്രത്യേക ട്രെയിനിലൂടെ അതത് സ്ഥലത്ത് എത്തിക്കേണ്ടതാണ്, അതിൻ്റെ യാത്രാ ചെലവ് കേന്ദ്ര ഗവൺമെൻറ് വഹിക്കേണ്ടതാണ് എന്ന് സംസ്ഥാന സർക്കാർ നേരത്തെ പറഞ്ഞിരുന്നു. മാത്രമല്ല, ആദ്യം ഇവിടുന്ന് അതിഥി തൊഴിലാളികളെ ട്രെയിനിൽ കയറ്റി അയക്കുമ്പോൾ ആരും പറയാതെ തന്നെ നമ്മൾ ചെയ്തൊരു കാര്യമുണ്ട്. അവർക്ക് ആ ദിവസങ്ങളിൽ വേണ്ടി വരുന്ന ഭക്ഷണം, ആവശ്യമായി കുടിക്കാനുള്ള വെള്ളം, ഇതെല്ലാം അവരോരോരുത്തരുടെയും കയ്യിൽ കൊടുക്കുന്ന നിലയായിരുന്നു സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരുന്നത്. ആദ്യത്തെ ട്രെയിൻ തൊട്ട് ആ നടപടിക്രമം നമ്മൾ പാലിച്ചിരുന്നു. ഈ സംസ്ഥാന സർക്കാരിന്റെ നേട്ടങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടുള്ള ലഘുലേഖ ഏതാണ്ട് 75 ലക്ഷത്തോളം കോപ്പികൾ സംസ്ഥാന സർക്കാരിന്റെ ഖജനാവിൽ നിന്നും ചെലവഴിക്കുകയാണ്. ഇത്തരത്തിൽ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഈ ഒരു സമയത്ത് ഇത്തരത്തിൽ അനാവശ്യ ചെലവുകൾ വഹിക്കുന്നത് ശരിയാണോ എന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ചോദിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ നിങ്ങൾ എല്ലാ പ്രചരണങ്ങളും ഏറ്റെടുത്ത സാഹചര്യത്തിൽ അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് തോന്നാം. എങ്കിലും ഈ നമ്മുടെ മാധ്യമങ്ങൾ കാണാത്ത ആളുകളും കാണുമല്ലോ. അപ്പോൾ അവരുടെ കയ്യിൽ ഈ ലഘുലേഖയൊക്കെ കൊടുക്കുന്നത് നല്ലതല്ലേ, അങ്ങനെ ചെയ്യുന്നതാണത്. സംസ്ഥാനത്ത് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ വലിയ പ്രധാനപ്പെട്ട റോൾ വഹിക്കുന്നവരാണ് 108 ആംബുലൻസിലെ ജീവനക്കാർ. അവർക്ക് മാസങ്ങളായി ശമ്പളമില്ല. അവർ ഈ കോവിഡിന്റെ ആദ്യഘട്ടം മുതൽ സമരത്തിനകത്താണ്. ഇപ്പോൾ അവർ തിരുവനന്തപുരത്തേക്ക് അനിശ്ചിതകാല സമരം ആരംഭിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ബാധിക്കാം. അതിനെന്തെങ്കിലും ഒരു തീർപ്പുണ്ടാക്കാൻ സർക്കാർ തീരുമാനമെടുക്കുമോ? മറ്റൊന്ന്, സംസ്ഥാനത്തെ ഗസ്റ്റ് അധ്യാപകർ, കോളേജുകളിലെ ഗസ്റ്റ് അധ്യാപകർ, അവർക്കും 6 മാസം മുതൽ 10 മാസം വരെ ശമ്പളം കിട്ടാത്ത അവസ്ഥയുണ്ട്. ഈ രണ്ട് കാര്യങ്ങളും ഇവിടെ ഈ 108 ആംബുലൻസിൻ്റെ കാര്യത്തിൽ ആ ആംബുലൻസിൻ്റെ നടത്തിപ്പുകാരുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രശ്നങ്ങൾ സാധാരണഗതിയിൽ നേരത്തെ ചർച്ച ചെയ്ത് പരിഹരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി അവർക്ക് ആംബുലൻസിലെ ഡ്രൈവർമാർക്ക് ശമ്പളം കിട്ടാത്ത പ്രശ്നങ്ങൾ ഉണ്ടാകേണ്ടതില്ല. ഈ പറയുന്ന മാസങ്ങളോളം ഒന്നും ഉണ്ടാകാനും സാധാരണഗതിയിൽ സാധ്യതയില്ല. എന്താണ് പ്രശ്നമെന്ന് പരിശോധിച്ച് നമുക്ക് ഇടപെടാവുന്നതാണ്. ഗസ്റ്റ് അധ്യാപകരുടെ പ്രശ്നം എന്താണെന്നുള്ളത് നോക്കാം, പരിശോധിക്കാം. കേരളത്തിന്റെ നേട്ടങ്ങൾ വികൃതമാക്കാൻ ചിലർ ശ്രമിക്കുന്നെന്ന് പറഞ്ഞല്ലോ. ഇതാരാണ് ഈ ശ്രമം? ഈ പ്രതിപക്ഷ കക്ഷികൾ ആരെങ്കിലും ആണോ? അതോ ഇന്നലെ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഒരു 10 ചോദ്യങ്ങളെന്തോ ചോദിച്ചിരുന്നു, അതിനുള്ള മറുപടിയാണോ CM പറഞ്ഞത്? അല്ല, ഞാൻ വസ്തുതകളല്ലേ പറഞ്ഞത്. ഈ കാര്യങ്ങൾ ഇങ്ങനെ ചില സംശയങ്ങൾ ചില ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിലിരിക്കുന്നവർക്കുണ്ടായാൽ അതിൽ വസ്തുതകൾ വ്യക്തമാക്കണ്ടേ. ഇവിടെ ടെസ്റ്റ് നടത്താതെ നമ്മളെന്തോ മറച്ചു വെക്കുകയാണ്. ഈ രോഗികളെ രോഗവ്യാപനം ഉണ്ടായി എന്നത് മറച്ചു വെക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. അപ്പോൾ അതിൽ മരണം മറച്ചു വെക്കാൻ പറ്റുമോ? ഈ രോഗവും മറച്ചു വെക്കാൻ പറ്റുന്നതല്ല. എവിടെ രോഗം ഉണ്ടായാലും ആർക്കും പെട്ടെന്ന് പിടികിട്ടും. അത് ഞാൻ ആ ഭാഗത്തേക്ക് അധികം പോകേണ്ടതില്ല. ഞാൻ ആ വസ്തുതകളെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആളെ എടുത്ത് പറയാൻ ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. സ്കൂളുകളുടെ കാര്യം അങ്ങ് പറഞ്ഞിരുന്നു. അതിന്റെ കൂട്ടത്തിൽ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്, പല
സ്കൂളുകളിലും ഈ രീതിയിൽ ആനുവൽ ഫീസ് മുൻകൂട്ടി വാങ്ങുന്നു, അതിൽ സ്പോർട്സ് ഫീസ് ഉൾപ്പെടെ വാങ്ങുന്നു. അതുകൂടാതെ കുട്ടികളോട് നേരിട്ട് ഇന്റർവ്യൂവിന് ഹാജരാകണം എന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അത്തരത്തിൽ സ്വകാര്യ സ്കൂളുകൾ, CBSE സ്കൂളുകൾ ഒക്കെ അവരുടെയൊക്കെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാകുന്നുണ്ട്. അതെ, അത്തരം കാര്യങ്ങളിൽ അവർ കാലത്തിനനുസരിച്ചിട്ടുള്ള മാറ്റം ഉൾക്കൊള്ളണം. ഇന്ന് നമ്മുടെ നാടൊരു പ്രത്യേക സാഹചര്യം അഭിമുഖീകരിക്കുകയാണ്. അതിൽ ഓൺലൈനിലൂടെ നിർവഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഓൺലൈനിലൂടെ തന്നെ നിർവഹിക്കണം. കുട്ടികൾ സ്കൂളിൽ ഇപ്പോൾ വന്ന് അഡ്മിഷൻ ഘട്ടത്തിൽ ഹാജരാകണം എന്നൊരു നിർബന്ധം സാധാരണഗതിയിൽ പിടിക്കേണ്ടതില്ല. ചെയ്യാൻ പറ്റുന്ന എല്ലാ സൗകര്യങ്ങളും വിദ്യാർത്ഥികൾക്കും രക്ഷാകർത്താക്കൾക്കും ചെയ്തു കൊടുക്കുകയാണ് വേണ്ടത്. പിന്നെ ഫീസ് ഇതൊരവസരമായി എടുത്ത് കൂടുതൽ ഫീസ് ആരും പിരിക്കാനും പാടില്ല. നേരത്തെ ഞാനത് വ്യക്തമാക്കിയിട്ടുണ്ട്. നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ഈ വീട്ടുവാടക പിരിക്കുന്ന സംഭവത്തിൽ ഇപ്പോൾ കാണുന്നത് ടെക്നോ പാർക്കിന്റെ സമീപ പ്രദേശങ്ങളിൽ പുറത്തുനിന്ന് വന്ന് താമസിക്കുന്ന ഒരുപാട് ഈ ടെക്നോ പാർക്കിൽ ജോലി ചെയ്യുന്നവരുണ്ട്. 2 മാസമായി അവരിവിടെ ഇല്ല. പക്ഷെ അവരുടെ എല്ലാം വീടുകൾ വിളിച്ച് ഉടമസ്ഥർ വീട്ടുവാടക ആവശ്യപ്പെടുകയാണ്. 2 മാസമായി ജോലിയില്ലാതെ നിൽക്കുന്നവരുണ്ട്. ഇതിൽ സർക്കാർ ഇടപെടാൻ സാധ്യതയുണ്ടോ? അല്ല, അത് ആ പ്രശ്നം എന്താണെന്ന് നമുക്ക് പരിശോധിച്ച് വേണ്ടത് ചെയ്യാം. സാധാരണഗതിയിൽ ഇത്തരം കാര്യങ്ങളിൽ ഇപ്പോൾ ആളുകളെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല എന്ന നിലപാട് നേരത്തെ സർക്കാർ എടുത്തിട്ടുണ്ട്. മിക്കവാറും ആളുകൾ ആ നിലപാട് സ്വീകരിക്കുകയാണ്. ചിലർ ഇപ്പം നിങ്ങൾ വാടക തരണ്ട എന്ന് അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്, സർക്കാർ പറയുന്നതിന് മുൻപ് തന്നെ. അങ്ങനെയെല്ലാമുള്ള നിലപാട് സ്വീകരിച്ച ആൾക്കാരുണ്ട്. ഇതെന്തെങ്കിലും പ്രത്യേക പ്രശ്നമുണ്ടെങ്കിൽ അതിൽ സർക്കാർ നിർബന്ധമായും ഇടപെടും, തീർച്ചയായും ഇടപെടും. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ 2-3 മാസങ്ങളായി പ്രസ് ക്ലബ്ബുകളിൽ പത്രസമ്മേളനങ്ങളൊന്നും നടക്കുന്നില്ല. ഈ നിയന്ത്രണങ്ങൾ ഉള്ളതുകൊണ്ട് ഇപ്പോൾ നിയന്ത്രണങ്ങൾ ഏറെക്കുറെ നീങ്ങി. ഈ നിബന്ധനകൾ പാലിച്ചുകൊണ്ട്, സാമൂഹിക അകലം പാലിച്ചുകൊണ്ട് പ്രസ് ക്ലബ്ബുകളിൽ പത്രസമ്മേളനങ്ങൾ നടക്കാനുള്ള ഒരു അനുമതി നൽകാൻ കഴിയുമോ? അത് നമുക്ക് അടുത്ത ഘട്ടത്തിൽ എന്താണെന്ന് ആലോചിക്കാം. CPM-ന്റെ വണ്ടിപ്പെരിയാർ ഏരിയ കമ്മിറ്റി സെക്രട്ടറി പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ട് പോലീസുകാരുടെ വീട്ടിൽ കയറി കാല് വിട്ടുമെന്ന ഭീഷണിപ്പെടുത്തുന്ന വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. CM ശ്രദ്ധയിൽപ്പെട്ടായിരുന്നു. മറ്റൊന്ന് PK ശശി MLA-യുടെ പരാമർശമാണ്. പാർട്ടിയുമായി സഹകരിച്ചു പോകുന്നവരെ സ്നേഹിക്കുമെന്ന് അല്ലാത്ത ദ്രോഹിക്കുമെന്നാണ് MLA പറയുന്നത്. ഈ 2 സംഭവങ്ങളിലും CM-യുടെ പ്രതികരണം ഇത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. എന്താണെന്ന് പരിശോധിക്കാം. നേരത്തെ ചോദിച്ചൊരു ചോദ്യം ഈ ലഘുലേഖ തയ്യാറാക്കിയ കാര്യം പറഞ്ഞല്ലോ. അപ്പം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞത് ഈ ലഘുലേഖ CPM LDF പ്രവർത്തകരുടെ ഈ ഗൃഹസന്ദർശന പരിപാടിക്ക് വേണ്ടി തയ്യാറാക്കിയതാണ്. 2.5 കോടി രൂപ അതിനുവേണ്ടി ചെലവാക്കിയതാണ്. അപ്പം ഈ ലഘുലേഖ അടിച്ചത് അതിനു വേണ്ടിയാണോ? ലഘുലേഖ അടിക്കുന്നത് ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങൾ നാട്ടിലെ ആളുകളിൽ എത്തണം എന്നുള്ളത് കൊണ്ടാണ്. അത് പൊതുവായ സ്ഥലങ്ങളിലെത്തിക്കും, വായനശാലകളിലെത്തിക്കും, ലൈബ്രറികളിലെത്തിക്കും, മറ്റ് സ്ഥലങ്ങളിലെത്തിക്കും. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും സാധാരണ ചെയ്യുന്നതാണ്. എല്ലാ ഗവൺമെൻറ്റുകളും ചെയ്യുന്നതാണ് എല്ലാ കാലത്തും. അതിപ്പോൾ ആദ്യമായിട്ട് കേരളത്തിൽ നടക്കുന്നൊരു കാര്യമല്ല. അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന കാലത്തും ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ സാധാരണഗതിയിൽ നടന്നിട്ടുണ്ട്. അതാണ് ഇപ്പോൾ നടക്കുന്നത്. PSC സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ നടപടികളെല്ലാം നിർത്തിവെച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഉടനെ അത് ആരംഭിക്കാനുള്ള എന്തെങ്കിലും നിർദ്ദേശമുണ്ടോ, തീരുമാനമുണ്ടോ? PSC-യുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ നടപടികളെല്ലാം നിർത്തിവെച്ചിരിക്കുകയാണ്. അത് ഈ കോവിഡിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള പ്രശ്നമാണ്. അത് പരിഹരിച്ചു പോകും. അധികകാലം തടസ്സം ഉണ്ടാവില്ല അധികകാലം. അപ്പോൾ നമുക്ക് നാളെ കാണാം. സംസ്ഥാനത്ത് ഇന്ന് 84 പേർക്ക്